ഹായ് ഗൈസ്, നമുക്കിന്നൊരു മത്തിക്കറി ഉണ്ടാക്കിയാലോ. ആദ്യം ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് 1 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലോട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഒരു 15 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലോട്ട് ഇച്ചിരി ഉപ്പും കൂടെ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് 2 പച്ചമുളക് കീറിയതും കൂടെ ആഡ് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ട് സെറ്റായി വരുമ്പോൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോൾ ഇതിലോട്ട് 1 ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം 2 കുടംപുളി കഴുകി വെള്ളത്തിയിട്ട് വെച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് വെക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്കൊരു അടപ്പൊക്കെ വെച്ച് മൂടി ഒരു 10-15 മിനിറ്റ് വേവിക്കാനായിട്ട് വെക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ചുറ്റിച്ചും കൂടെ വെക്കണേ. അങ്ങനെ നമ്മുടെ മത്തിക്കറി സെറ്റായിട്ടുണ്ട്.